വലിയ സുഖമുള്ള പരിപാടിയാണ്. ആണോ? അല്ല. അത്രയും മുൽത്തറാണ് ആ കുട്ടി, അത്രയും മുൽത്തറാണ്. ഈ മുൽത്തറായ കുട്ടിക്ക് വേണ്ടത് എന്താ? ഒരു മുസായദത്താണ് വേണ്ടത്. ആ മുസായദത്ത് എങ്ങനെയാണ് വേണ്ടത്? അതിനൊരു കാരണം ഉണ്ടാകും. ഒന്നിൽ ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ, മാനസികമോ ശാരീരികമായ ഒരു കാരണം ഉണ്ടാകും. മാനസികമായ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തോടുള്ള റഗ്ബത്ത് ആ കുട്ടിയുടെ കൽബിൽ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് നമുക്ക് ചെറിയ അശ്രദ്ധ. ഈ കുട്ടിയുടെ കൽബിൽ നിസ്കാരത്തോടുള്ള റഗ്ബത്ത് ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? മുത്തഖസ്സിസനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അവിടെ നമ്മുടെ ഇൻപുട്ട് എന്താണ്? ഒരു പോസിറ്റീവ് ലാംഗ്വേജിൽ അഥവാ നല്ല ഭാഷയിൽ ഈ കുട്ടിയിൽ ഇങ്ങനെ ഒരു സംഗതി നിർമ്മിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? എപ്പോൾ എന്ത് ചെയ്തു? രണ്ടാമത്തത് ശാരീരികമായ കാരണം. ഇതിലെന്താണെന്ന് പഠിക്കണം എന്ന മനസ്സോടെ ഈ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യാതെ, നിന്ദിക്കാതെ ആ കുട്ടിയെ അഭിമുഖീകരിക്കാൻ ഒരു ഉസ്താദിന് പറ്റിയാൽ അത് അപ്പം പരിഹാരമാകും. ഇത് അനുഭവമാണ്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ? ആദ്യം കുട്ടിയെ പ്രതിയോഗിയാക്കി തീരുമാനിച്ചു. ഇവിടെ എന്താണ് പരിഹാരം എന്നതല്ല ചിന്ത, എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന ചിന്താരീതി ചെറിയ ജംഗ്ഷനാണ്. പക്ഷെ ഇവിടുന്ന് മാറിയാൽ ഒന്ന് കാസർഗോഡാണ്, ഒന്ന് തിരുവനന്തപുരത്താണ് എത്തുന്നത്. ജംഗ്ഷൻ വളരെ ചെറുതാണ്. ഒന്ന്, എന്താണ് പ്രശ്നം? രണ്ട്, എന്താണ് പരിഹാരം? നമ്മൾ പരിഹാരത്തിനാണ് കൂടുതൽ ഫോക്കസിങ്, കൂടുതൽ ശ്രദ്ധ പോകേണ്ടത് പരിഹാരത്തിനാണ്. ആ പരിഹാരത്തിലേക്ക് ശ്രദ്ധ പോയാൽ ഈ കുട്ടി മാറുന്നത് കാണാം. അതിന് വേണ്ടത് എന്താ? ഈ കുട്ടിയെ വിളിക്കുന്നു. എല്ലാ കുട്ടികളും എന്തായാലും ബാത്റൂമിൽ ഇരിക്കൂലല്ലോ, കുറച്ചല്ലേ ഉണ്ടാവും. അത്തരം കുട്ടികൾക്ക് ഈ പേഴ്സണൽ ക്വാളിറ്റി ടൈം, ഇൻഡിവിജ്വൽ ക്വാളിറ്റി ടൈം, വ്യക്തിഗതമായ ഒരു പ്രത്യേക സമയം കൊടുക്കുന്നു. എന്നിട്ട് വിലയിരുത്തുന്നു. ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ ചെറിയൊരു ഇളക്കുണ്ടാവും. എന്തെന്നറിയോ? അവ കുറെ സമയം പിടിക്കൂലേ? ചില വിഷയങ്ങൾ സമയമെടുത്ത് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. സ്ലോ ഈസ് ഫാസ്റ്റ് എന്ന് പറയും നമ്മൾ. സ്ലോ ഈസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വ്യഗ്രതയില്ലാതെ, എത്രമാത്രം സാവകാശം ഇടപെടാൻ മനസ്സുണ്ടോ അത്രയും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും. അതല്ല, ഇന്ന് റിസൾട്ട് ഉണ്ടാകണമെന്ന് വെച്ച് കുട്ടിയെ തല്ലിയാൽ കുട്ടിക്ക് എന്താ മനസ്സിലാകുക എന്നറിയാം? ഞാനിവിടെ സ്വസ്ഥനല്ല, എൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല, ഞാൻ എന്തൊക്കെയോ പ്രശ്നക്കാരനാണ്. ഈ കുട്ടി തന്നെ പലപ്പോഴായിട്ടും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവൂല. ഈ കുട്ടി ഇങ്ങനെ ആയതെങ്ങനെ ആയിരിക്കും? ഉറക്ക് ശരിയാകുന്നില്ല, അപ്പോൾ അടി കിട്ടി. ഒരു ദിവസം അവിടെ തന്നെ ഉറങ്ങിയപ്പോൾ നല്ല അടി കിട്ടി. ഇനി ഇവിടെ ഉറങ്ങുന്നത് സുരക്ഷിതമല്ല, ഇനി മറ്റൊടുത്ത്. ഇങ്ങനെ കുട്ടി അറിയാതെ ഇങ്ങനെ പോയതാണ്. അവൻ തന്നെ അറിയില്ല അവൻ്റെ പ്രശ്നം എന്താണെന്ന്. അതേസമയം ഒരു സ്വസ്ഥമായ ഒരു ഉസ്താദ് ഈ കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടി ഒന്ന് ഉണരും, യഥാർത്ഥ പ്രശ്നം പറയും. അത് പരിഹരിച്ചാൽ ലൈഫ് ലോങ് സൊല്യൂഷനായി. ഇതാണ് പരിഹാര രീതി. ഇവിടെ ഒന്നാമതായി കുട്ടികളിൽ താല്പര്യം ഉൽപ്പാദിപ്പിക്കാൻ ചെയ്യുന്നത് സമീപനമാണ്. സമീപനം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആദരിക്കപ്പെടുന്നു, കുട്ടി പരിഗണിക്കപ്പെടുന്നു. ആ കുട്ടിയിൽ ഉണ്ടാകേണ്ട പ്രധാന മാറ്റങ്ങൾ എപ്പോഴും ഇതിൽ ഒരു 3-4 പ്രധാന കാര്യങ്ങൾ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഒന്ന് നോട്ട് ചെയ്താൽ അത് ഉപകാരപ്പെടും. ഒന്ന്, ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം രണ്ട് ടൈപ്പ്. ഒന്ന് ഇൻഡിവിജ്വൽ അഥവാ ഫർദൻ, വ്യക്തിഗതം. രണ്ട്, ജംഅൻ, ഗ്രൂപ്പായിട്ട്. ഫർദൻ വ ജംഅൻ. രണ്ടാമത്തെ കാര്യമാണ് റിവാർഡ് സിസ്റ്റം. റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നടക്കേണ്ട പ്രത്യക്ഷമായി വിലയിരുത്താവുന്ന, ഒരു വിസിബിളായ, പ്രത്യക്ഷമായി വിലയിരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ വിലയിരുത്തി അതിന് പ്രത്യേക പോയിന്റ് കിട്ടുന്ന ഒരു സിസ്റ്റം. ഇതാണ് റിവാർഡ് സിസ്റ്റം. ഇതിന് മാതൃക ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലികളിൽ കാണാം, ധാരാളം കാണാം. 3, ഒന്ന് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം 2 ടൈപ്പ്. 2, റിവാർഡ് സിസ്റ്റം. മൂന്നാമത്തത്
ഈ പെരുമാറ്റ രീതി, അതിന് പറയാ അൽ അഫ്ആലുൽ മഹ്മൂദ എന്നതാണ് അതിൻ്റെ മുസ്തലഹ്. അൽ അഫ്ആലുൽ മഹ്മൂദ അഥവാ ഒരു ഉസ്താദിൻ്റെ പെരുമാറ്റ രീതി എന്ത്, അതാണ് ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞത്. ഇംഗ്ലീഷിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, PR എന്ന് പറയും. അതേസമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള മുസ്തലഹാണ് അൽ അഫ്ആലുൽ മഹ്മൂദ, നല്ല പെരുമാറ്റത്തിന് ഉപയോഗിക്കുന്ന ഒരു മുത്തഖസ്സിസായ ഒരു പ്രയോഗം. 4-മത്തത് പാരന്റൽ ഇൻവോൾവ്മെന്റ്. പിന്നീട് അവസരോചിതമായിട്ട് വിശദീകരിക്കാം. പാരന്റൽ ഇൻവോൾവ്മെന്റ്. അപ്പോൾ 1 ക്വാളിറ്റി ടൈം, 2 റിവാർഡ് സിസ്റ്റം, 3 അൽ അഫ്ആലുൽ മഹ്മൂദ, 4 പാരന്റൽ ഇൻവോൾവ്മെന്റ്. ഈ കാര്യങ്ങളാണ് ഒരു സ്ഥാപനം ടോട്ടലി ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഫിൽ ജുംല എന്താകണമെന്ന് പറഞ്ഞല്ലോ, ഒരു പഠനം അധ്യാപനം എന്താകണം, അത് സ്ഥിരപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പ്രധാന ടൂളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. പ്രധാന ടൂളുകൾ ഇത് ഇൻ്റഗ്രേഷൻ, ഇതിൻ്റെ തതവുർ, ഇതിൻ്റെ ഒരു പുരോഗമിപ്പിക്കൽ. ആ പുരോഗമിപ്പിക്കുന്നതിൻ്റെ കതിറനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇത് സമയമെടുത്ത് വിശദീകരിക്കാൻ ചിലപ്പോൾ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 5 അവിടെ പറഞ്ഞു വെച്ചത്. പിന്നീട് ഞാൻ സംസാരിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോഴും നല്ല കഴിവുറ്റ അധ്യാപകർക്കൊക്കെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഏറെക്കുറെ ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നാലും അത് ഒരു സിസ്റ്റം ആകണമെങ്കിൽ എല്ലാവരും ഒന്നിച്ചു ഒരേ വസനിൽ ഇടപെടുമ്പോഴാണ് സിസ്റ്റം രൂപപ്പെടുക. അല്ലെ ചിലയിടത്തൊക്കെ ചെറിയ തർക്കമൊക്കെ വരും, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ 4 പറഞ്ഞത്, ഇനി ഒന്നും കൂടെ പറയാട്ടോ, ഞാൻ അതിൽ പിന്നെ ആഡ് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾ എഴുതി വെച്ച ഏതെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോകുമ്പോൾ ഒരു സുഖം കിട്ടും. നിങ്ങൾക്ക് ഇടപെടുന്നൊരു രീതി വരും, ആർക്കും ഇടപെടാം. അതെ അതാ ചോദ്യം. ബാക്കി ഗ്രൂപ്പ് ക്വാളിറ്റി ടൈം പേഴ്സണൽ എന്നതല്ല, ശ്രദ്ധ കൊടുക്കുക എന്നാണ്. അതിന് പറയാ അൺഡിവൈഡഡ് അറ്റൻഷൻ എന്നാണ് പറയാ. അതായത് പൂർണ്ണ ശ്രദ്ധ കുട്ടികൾക്ക് നൽകുന്നു. ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മളെ കുട്ടികളുടെ കൂടെ ഒരു പീരീഡ് കൊടുക്കുന്നു, ഒരു അരമണിക്കൂർ. ആ അരമണിക്കൂറിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? സന്ദേശം, മക്കളെ ഇത് നിങ്ങളെ സമയമാണ്. നിങ്ങൾക്ക് ഈ ക്യാമ്പസിലേക്ക് വന്നാൽ നിങ്ങളെ അവകാശമാണ് നല്ല മനസ്സമാധാനത്തോടെ പഠിച്ചുയരുക. നിങ്ങളെ അവകാശമാണ്. ഇസ്ലാം പ്രാക്ടിക്കലി ആസ്വദിച്ച് അനുഭവിക്കുക. ഇത് നിങ്ങളെ അവകാശമാണ്. ഇതിനെന്തൊക്കെ മുടക്കം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാം. കേൾക്കാൻ ഞാൻ സന്നദ്ധമാണ്. സന്തോഷവും പറയാം, സന്താപങ്ങളും പറയാം. കേൾക്കാനും കൂടെ നിൽക്കാനും ഞാൻ ഈ സമയം റെഡിയാണ്. ആർക്കെന്തും പറയാം. ശ്രദ്ധിക്കേണ്ടത്, പറയുന്നതിനെല്ലാം മറുപടി പറയണം എന്ന ചിന്ത ഉണ്ടാകരുത്. സതേ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്കൊരു കളിക്കാനുള്ള സമയം തരാൻ പറഞ്ഞിട്ട് തന്നിട്ടില്ലല്ലോ. അല്ലടോ അൽഫിയന്റെ 4 ബൈത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ പഠിച്ചോ? ഇതാകരുത്. അവരെന്താണോ പറയുന്നത് ഇന്റൻഷൻ ബേസ്ഡ് ലിസണിങ്, അതായത് അവരുടെ നീയത്തനുസരിച്ച് കേട്ടുകൊടുക്കുക. ആൻസർ അവിടെ വേണ്ട, അവരാവശ്യപ്പെട്ടാലല്ലാതെ. കേൾക്കലാണ് അവിടുത്തെ കൂടുതൽ ശ്രദ്ധ. അപ്പം മക്കൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു. ശരിക്കൊരു ഉസ്താദും കുട്ടിയും തമ്മിലുള്ള റിലേഷൻ എപ്പോഴാണ് ശക്തമാകുന്നത്? ഒരു ഉസ്താദിന്റെ ബന്ധം എപ്പോഴാണ് ശരിയാകുന്നത്? ഒരു കുട്ടിയോടൊരു ഹറാമ് ചെയ്തു പോയി. ഹറാമ് ചെയ്തു പോയാൽ കുട്ടി ഇങ്ങനെ ആലോചിക്കുക, ഇതാരോടെ പറയാ, ഒന്ന് കരകയറണല്ലോ. ആദ്യം കുട്ടിയുടെ മനസ്സിൽ തബാദുറാകുന്ന വജ്ഹ് ഉസ്താദിൻ്റെതാണോ? ഉസ്താദ് സ്വഹീഹാണ്. ഉസ്താദ് എൻ്റെ ഉസ്താദിനോട് പറയാം, എൻ്റെ ഒരു അപാകത എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തഹ്സീനാക്കി എടുക്കാം. ഏതുപോലെ സയ്യിദുനാ മാഇസ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഇന്നി വഖഅതു അലാ ഇംറഅത്തിൻ ലഅല്ലക ഖബ്ബൽത ലഅല്ലക നളർത എന്നൊക്കെ നബികൾ പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? അത്രയും വലിയൊരു വിഷയമായിട്ട് പോലും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാവരെക്കാളും ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്ന ആ നേതാവിൻ്റെ അടുക്കൽ അത് ചെന്ന് പറയാൻ, അത് നമുക്ക് ഇത്തിബായനുള്ളതാണ്.
അത് നമുക്ക് ഇത്തിബാഴിനുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്, മക്കളെ നിങ്ങൾക്കൊരിക്കലും എന്നെ പേടി ആവശ്യമില്ല, ഞാൻ നിങ്ങളുടെ ആളാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിത്തരാൻ നിങ്ങളെ കൂടെ നിൽക്കലാണ് എൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അഞ്ചാമത്തെ എന്താ അറിയോ? IDR, ഇൻഡിവിജ്വൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്. ഈ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളുണ്ടെങ്കിൽ ടോട്ടലി സംഗതി സംഭവമാക്കിയെടുക്കാം. അതെത്രമാത്രം നമ്മൾ മോൾഡ് ചെയ്യുന്നുണ്ടോ അത്രയും അത് ഉഷാറാവും. ഇത് വിശദീകരിച്ചാൽ അതൊരു കേവലം ഒരു സങ്കീർണമായ ക്ലാസ്സായി പോകുന്നത് കൊണ്ട് ഇപ്പം ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. കാരണം ഒന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 2-3 മണിക്കൂറങ്ങായി പോകും. അതുകൊണ്ട് വിശദീകരണം ഞാൻ പരമാവധി ആവശ്യത്തിലേക്ക് ചുരുക്കാം, ആവശ്യമുള്ള മേറ്ററിലേക്ക് ചുരുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്ലാസ് തന്നെ എന്തോ പറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ 5 കാര്യങ്ങളാണ് ഒരു സ്ഥാപനത്തെ, ഒരു മഅഹദിനെ നാം ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കേണ്ടത് ഈ 5 സാധനങ്ങളാണ്. അതിലെന്ത് സംഭവിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു തദ്രീസ് നടക്കുമ്പോൾ മുദർരിസിനോ മുതഅല്ലിമിനോ 2 കൂട്ടർക്കും സന്തോഷം അനുഭവപ്പെടണം. അതേസമയത്ത് കിട്ടേണ്ടത് കിട്ടണം. അതിൻ്റെ കഥവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാം. നമ്മളെ സ്ഥാപനത്തിലൊരു കുട്ടി വന്നാൽ ഈ കുട്ടിയെ പഠിപ്പിക്കുക എന്ന് മാത്രം ലക്ഷ്യം വെക്കുന്ന പഠന സംവിധാനം, അതൊരു വളരെ എന്തതിനെക്കുറിച്ച് പറയേണ്ടെന്നുള്ള പ്രയോഗം എനിക്കറിയില്ല, ഒരു പോയത്തെ പരിപാടിയാണ്. ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നാൽ ഈ കുട്ടിയുടെ വീട് എങ്ങനെ എന്നത് ഉസ്താദ് അറിയണം. പക്ഷെ അത് ഉസ്താദിനൊരു ഭാരമാകാൻ പാടില്ല. എങ്ങനെയാണ് അറിയേണ്ടത്? IDR ആണ് അതിൻ്റെ ഒരു രൂപം. IDR ഒരു ധാത്തു ഔജുഹിൻ, മൾട്ടിപ്പിൾ ഫേസ് ഉള്ള ഒരു സംവിധാനമാണ്. അതെന്താ അറിയോ? ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക്, ഒരു നോർമൽ ഒരു നോട്ട് ബുക്ക്, നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരു 30 കുട്ടി. ഈ 30 കുട്ടികളുടെ ഓരോ കുട്ടിക്കും ഓരോ പേജ് ആദ്യം തന്നെ റിസർവ് ചെയ്ത് വെക്കുന്നു. ഓരോ കുട്ടിയോടും ഒരു നിശ്ചിത കാലയളവിനിടയിൽ നമ്മൾ കുട്ടിയെ പരിചയപ്പെടുന്നു. മോനെ എന്തൊക്കെ വിശേഷങ്ങൾ, റാഹത്ത് തന്നെയാണ്, ഇവിടെ വന്നിട്ട് എന്താ ഫീലിംഗ്, വീട്ടിലാരൊക്കെയുള്ള മോൻ്റെ, നാടൻ സംസാരം, കാഷ്വൽ ടോക്ക്. ഈ കാഷ്വൽ ടോക്കിനിടയിൽ ഉസ്താദ് വായിച്ചെടുക്കണം എന്ത്? വീട്ടിൽ രക്ഷിതാക്കളുടെ ആത്മീയ നിലവാരം എന്ത്, സാമ്പത്തിക നിലവാരം എന്ത്, പരസ്പര ബന്ധം എന്ത്, ഭൗതിക വിദ്യാഭ്യാസം എന്ത്, ജോലി എന്ത്, ഇതെല്ലാം ഉസ്താദ് വായിച്ചെടുക്കണം. ഇത് വായിച്ചെടുത്ത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ഒരു കാഴ്ചപ്പാട്, ഒരു വ്യൂ പോയിന്റ്, ഒരു പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടും. എന്താണ് എൻ്റെ കുട്ടിയുടെ പ്രശ്നം, എവിടെയൊക്കെയാണ് എൻ്റെ കുട്ടിയുടെ പരിഹാരം, ഇപ്പോൾ നമ്മൾ കാണുന്നതല്ലാത്ത മറ്റൊരു കാഴ്ച രൂപപ്പെടും. ഇതിൻ്റെ പരിഹാരം ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം പരിഹാരത്തെക്കുറിച്ച് ആലോചിച്ചാൽ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ ഈ സമയത്ത് പരിഹാരം ആദ്യം തന്നെ ആലോചിക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകും. പരിഹാരം എന്താണെന്ന് ഞാൻ വെറുതെ ഒന്ന് പറയാം, പക്ഷെ ഇതൊരു പറച്ചിൽ മാത്രമാണ്. ഇത് കഴിഞ്ഞാലേ ഇതെന്തും മനസ്സിലാകുള്ളൂ. എന്താണെന്നറിയോ? നമ്മളെ ക്ലാസ്സിൽ ഒരു 30 കുട്ടികൾ, ഒരു ഉസ്താദിന് 30 കുട്ടികൾ, അല്ലെങ്കിൽ ഒരു ഉസ്താദിന് ഇത്ര കുട്ടികൾ. നമ്മൾ ആ കുട്ടികളുടെ രക്ഷിതാക്കളെ ഒരു ഗൂഗിൾ മീറ്റിൽ ഒരുമിച്ച് കൂട്ടുന്നു. ഈ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നു. ആദ്യമൊക്കെ സ്ഥാപനത്തെക്കുറിച്ചും കുട്ടികളുടെ നേട്ടത്തെക്കുറിച്ചൊക്കെ പറയാം. പിന്നെ നമ്മൾ ഓരോ രക്ഷിതാക്കളോടും വിഷയങ്ങൾ സംസാരിക്കുന്നു. ഇന്ന മോൻ്റെ രക്ഷിതാവല്ലേ, ഇന്നാള് എന്തൊക്കെ ഞങ്ങളെ വിശേഷങ്ങൾ, വീട്ടിൽ മറ്റേ ജ്യേഷ്ഠൻ്റെ കല്യാണം തീരുമാനിച്ചു എന്ന് പറഞ്ഞല്ലോ, ഒക്കെ റാഹത്താണോ? ഇങ്ങനെ ഓരോ കുട്ടിയെയും അഡ്രസ്സ് ചെയ്ത് എല്ലാ രക്ഷിതാക്കളോടും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു. ഈ പരിചയപ്പെടൽ ഓരോ തട്ടിലേക്ക് മാറുമ്പോഴും നമ്മുടെ കുട്ടി ഇവിടെ നിന്ന് പഠിക്കുന്ന മൂല്യം അവരുടെ വീട്ടിൽ പ്രകടമാകാൻ ആവശ്യമായ മാർഗനിർദ്ദേശത്തിലേക്ക് എത്തിച്ചേരും. പക്ഷെ അതെന്താകാൻ പാടില്ല? ഇക്റാഹനാകാൻ പാടില്ല. ഇക്റാഹ ഫിദ്ദീൻ. ഇത് പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാകാൻ പ്രയാസമാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയെക്കുറിച്ച് പറഞ്ഞത്. മിനിമം 6 മണിക്കൂറുള്ള മുഹാവറ നടക്കുമ്പോഴേ മനസ്സിതിനെ അംഗീകരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ഭാരം. ചെയ്താൽ ഏറ്റവും എളുപ്പം. കാരണം ഓവർ റിസ്ക് ഇല്ല,
കൂടുതൽ സമയം വേണ്ട. ഒരു 30 കുട്ടികൾ സ്ഥാപനത്തിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട്. ഇതൊരു റിസ്ക്കും ഇല്ല. ഏത് സ്ഥലത്തുള്ള രക്ഷിതാവും വരും. ഗൾഫിലുള്ളതും അല്ലെങ്കിൽ മദ്രാസിലുള്ളതും ബാംഗ്ലൂരിലുള്ളതും നാട്ടിലുള്ളതും ജോലി ചെയ്യുന്ന എല്ലാവരും വരും. അരമണിക്കൂറോ 40 മിനിറ്റോ ആയാൽ. ഈ കുട്ടികൾ ഇവിടെ നൽകുന്ന മൂല്യങ്ങൾ വീട്ടിൽ കൂടി എത്തിക്കാൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ സ്ഥാപനങ്ങളെങ്ങാനും ഇതുപോലെ തീരുമാനിച്ച് നടപ്പിലായാൽ ഇന്ന് നാട് നീളെ ഉയരുന്ന ലക്ഷക്കണക്കിന് ഫ്ലെക്സുകളുടെ സൊല്യൂഷനാണത്. രാത്രി 2 മണിവരെയും 3 മണിവരെയും നമ്മുടെ പ്രിയപ്പെട്ട യുവത്വത്തിൻ്റെ മൂല്യമുള്ള സമയം ആ രാത്രി മാത്രമല്ല നഷ്ടമാകുക, തൊട്ടടുത്ത പ്രവൃത്തി ദിവസവും എത്ര കോടികളുടെ നഷ്ടമാണ്. ഈമാനികമായി എത്ര വലിയ തകർച്ചയാണ്. ഇതിനെല്ലാം പരിഹാരം കാണാൻ കഠിന പ്രയത്നമല്ല, വളരെ സിമ്പിൾ. പക്ഷേ പാരൻ്റൽ ഇൻവോൾവ്മെൻ്റ് എന്നത് സ്ഥാപന സംവിധാനങ്ങളിൽ പരിശീലിച്ചു വരണം. അല്ലെങ്കിൽ അതും ഒരു ഭാരമാകും. ഇതൊരിക്കലും ഭാരമല്ല, ഒരു റിലാക്സാണ് നമുക്കും രക്ഷിതാക്കൾക്കും. നമ്മുടെ സ്ഥാപന സംവിധാനങ്ങൾ പടുത്തുയർത്താൻ പലപ്പോഴും കഴിവുറ്റ നല്ല സമുദ്ര സമാനരായ പണ്ഡിതന്മാരുടെ വലിയ ഊർജം ഈ സിമെന്റിലും കമ്പിയിലും പോകേണ്ടി വരില്ല. അതിൻ്റെ വക്താക്കൾ അത് ഏറ്റെടുത്ത് നടത്തും. പക്ഷേ ബോധപൂർവം ലക്ഷ്യാധിഷ്ഠിതമായി പ്ലാനിങ്ങോടുകൂടി ഇത് നടക്കണം. ഞാൻ ആ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നു. ഈ സദസ്സിൽ നിന്ന് അത്തരം ചർച്ച കൂടുതലാക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇങ്ങനെ വിഷയങ്ങളുണ്ട് എന്ന് മാത്രം ധരിപ്പിക്കാൻ ഞാനൊന്ന് തൊട്ടു എന്ന് മാത്രം. പക്ഷെ പാരൻ്റൽ ഇൻവോൾവ്മെൻ്റ് എന്നത് ഒരു കുട്ടി നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു 70-80% പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ഏതുൾപ്പെടെ ഫോൺ യൂസേജ്, മൊബൈൽ ഫോൺ ഉപയോഗം ഉൾപ്പെടെ. ഇപ്പോൾ നിലവിലുള്ള സംവിധാനം എന്താ? പലപ്പോഴും നമ്മൾ പാരൻസ് മീറ്റിംഗ് നടത്താറുണ്ട്. പാരൻസ് മീറ്റിങ്ങിന് നമ്മൾ എന്താ പലപ്പോഴും പറയാറുള്ളത്? ചിലപ്പോഴൊക്കെ കൗതുകം തോന്നാറുണ്ട്. ചില സ്ഥലത്തൊക്കെ നമ്മളെ മക്കൾ ഇവിടുന്ന് ലീവ് മാസത്തിലല്ല, അതുകൊണ്ട് മാസത്തിൽ ലീവിന് പോകുന്ന ഈ മക്കളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് നമ്മൾ പറയാണ് ഇവൻ്റെ പഠനത്തിന് കുറവുണ്ട്, ശ്രദ്ധിക്കണം. ആരോട്? പാരൻസിനോട്. വൈദും ജിദ്ദൻ, വളരെ അകലമായ ഒരു സാധ്യതയാണ് ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ പറയും, നല്ല കുശാഗ്ര ബുദ്ധിയുള്ള ആൾക്കാർ പറയും, എന്ത് അറിയോ, അത് അവർ ലീവിനൊക്കെ വല്ലാതെ വിളിക്കാതിരിക്കാനാണ്, കല്യാണത്തിന് ക്ഷണിക്കാതിരിക്കാനാണ്. ശരിക്ക് ഒരു കല്യാണത്തിനോ അതുപോലുള്ളൊരു പ്രോഗ്രാമിനോ കുട്ടി പോകാതിരിക്കാൻ യഥാർത്ഥ സൊല്യൂഷൻ എന്താ? നിങ്ങളൊക്കെ പലരും രക്ഷിതാക്കളും ആണല്ലോ. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പക്ഷത്തുനിന്ന് ഒരു നിമിഷം ആലോചിച്ചു, ഒരു കല്യാണത്തിന് വരാതിരിക്കാൻ രക്ഷിതാവാണോ തീരുമാനിക്കേണ്ടത്? രക്ഷിതാവിനൊരു ഉസ്താദിനേക്കാൾ എത്രമാത്രം സെൽത്വനത്തുണ്ടാവും ഒരു കുട്ടി. കുറച്ച് പ്രായമാവുമ്പോൾ പലപ്പോഴും 10-15 വയസ്സിന് ശേഷമല്ലേ കുട്ടികൾ നമ്മളെടുത്ത് വരുന്നത്, ജൂനിയർ ദേവ അല്ലെങ്കിൽ. അവിടെ അത്രയും പ്രായമുള്ള മക്കളിൽ ഒരു രക്ഷിതാവിന് എന്തുമാത്രം സെൽത്വനത ഉണ്ടാകും? അവരെക്കാൾ വോയിസ് വേണ്ടത് നമുക്കല്ലേ? ചില പ്രായോഗികതയിലൂടെ പോകണ്ടേ? നമ്മൾ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾക്കൊരു പ്രായോഗിക തലം വരണം. ഞാനൊരു ദിവസം ഒരു സ്ഥാപനത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു രക്ഷിതാവ്, അയാൾ എത്ര പാവപ്പെട്ടവനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും മിൻഹൈസുൽ വസിയു, അയാൾ ആദരിക്കപ്പെടേണ്ട ഒരു സ്ഥാപനത്തിൽ വന്നാൽ. എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഒരു രക്ഷിതാവ് വന്നാൽ അയാൾ ആദരിക്കപ്പെടണം. ഒരു കുട്ടിയുടെ വിഷയത്തിൽ ഒരു പരാതി പറയാനോ ആവശ്യം ഉന്നയിക്കാനോ അല്ലെങ്കിൽ സ്ഥാപനം കാണാനോ ഒരു രക്ഷിതാവ് വന്നാൽ ആദരവോടെ രക്ഷിതാവിനെ സ്വീകരിക്കണം. ഇത് വലിയൊരു വിഷയമാണ്. ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാറ്ററാണ് ഇത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് സദസ്സ് പിരിയുമ്പോൾ ആ സ്ഥാപനത്തിലൊരു മാനേജർ, ഒരു വലിയ ഉസ്താദ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എന്നെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയി. അയാളെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയാളെന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ വാക്ക് പറഞ്ഞപ്പോൾ ഒരാഴ്ചയായി എൻ്റെ കൽബിൽ ഉയർന്നു വെച്ചൊരു വലിയ കല്ലിറങ്ങിപ്പോയതുപോലെ തോന്നിയിരിക്കുക. എന്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരാഴ്ച മുമ്പ് ലീവ് കഴിഞ്ഞിട്ട് കുട്ടികൾ വരുന്ന ദിവസം പറഞ്ഞതിലൊരു മണിക്കൂർ വൈകിയൊരു കുട്ടി.
ആ കുട്ടിയുടെ രക്ഷിതാവ് ഒരു സാധാരണക്കാരനാണ്, സ്ഥാപനത്തിൻ്റെ സജീവ സഹകാരിയാണ്, ഒരു സമ്പന്നനാണ്. അയാളെ മകൻ്റെ പ്രായമില്ലാത്തൊരു ഉസ്താദ് തലങ്ങും വിലങ്ങും പല തവണ നടത്തിച്ചു, 1 മണിക്കൂർ വൈകിയതിന്. ലാസ്റ്റ് അദ്ദേഹം ചോദിച്ചു ഈ മാനേജർ ഉസ്താദോട്, അല്ല ഉസ്താദ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ മോനെ ഇവിടെ ചേർത്തു എന്നുള്ളതാണോ ഞാൻ ചെയ്ത തെറ്റ്? എൻ്റെ മോൻ കാരണവശാൽ 1 മണിക്കൂർ വൈകിയപ്പോൾ ഞാൻ അവനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്നറിയോ? എന്തൊക്കെ മുടക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നറിയോ? ഇങ്ങനെ എൻ്റെ മകനെ ഇവിടെ എത്തിച്ചിട്ട് 1 മണിക്കൂർ വൈകിയതിന് എന്നെ ശിക്ഷിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ മകനെ പഠിപ്പിച്ചത് തെറ്റായിപ്പോയി. ഇനി വല്ല ഗ്യാപ്പും ഉണ്ടെങ്കിൽ ഞാൻ ഇവനെ ഇവിടെ നിന്ന് പിൻവലിച്ച് അവനെ നാട്ടിൽ ഭൗതികമായി മാത്രം പഠിക്കാൻ അയക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതിലെത്രമാത്രം ശരിയുണ്ട് നമ്മൾ ആലോചിച്ച് നോക്ക്. തൻ്റെ ഉസ്താദുമാരിൽപ്പെട്ടവരോട് പോലും രക്ഷിതാവായതിൻ്റെ പേരിൽ മാത്രം മോശമായി പെരുമാറുന്നവർ പലയിടത്തും ഉണ്ട് എന്ന് കേൾക്കുന്നു. ഞാൻ ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാണ്, അനുഭവിച്ചതുകൊണ്ട് പറയാൻ.